യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ക്രിസ്മസിനൊരുക്കമായ 25 നോമ്പിൻ്റെ 7-ാം ദിനമായി എന്ന് പ്രത്യേകമായി നമ്മൾ ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും, അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. സ്നാപയോഹന്നാൻ ജനത്തെക്കുറിച്ച് തിരുവചനം പ്രത്യേകമായി പറയുകയാണ്. സ്നാപകൻ എന്ന് പറയുന്ന മകൻ ജനിക്കുമ്പോൾ നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുമ്പോൾ ആ കുഞ്ഞുമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾ, നീ അവരുടെ കൂടപ്പിറപ്പുകൾ, ബന്ധുമിത്രാദികൾ എല്ലാവരും വെളിപ്പെടേണ്ടത് ഈ ആഹ്ലാദവും ഈ സന്തോഷവും ഈ സന്തുഷ്ടിയാണ്. നമ്മളെല്ലാവരും ഈ ലോകത്ത് പിറന്നു വീണപ്പോൾ നമ്മുടെ ഉറ്റവരും പ്രിയപ്പെട്ടവരും ആഹ്ലാദിച്ചു. എന്നാൽ നമ്മൾ വളർന്ന് വലുതാകുമ്പോൾ നമ്മുടെ ജനനസമയത്ത് നമ്മുടെ മാതാപിതാക്കൾ പ്രിയപ്പെട്ടവർക്കുണ്ടായ ആ സന്തോഷവും ആഹ്ലാദവും നമ്മൾ വളർന്നു വലുതായപ്പോൾ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇന്ന് നമ്മെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും മാതാപിതാക്കൾക്കും ഭയവും നിരാശയും ഉത്കണ്ഠയും കടന്നു വരുന്നുവെങ്കിൽ നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനം വെച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ ജനനസമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ സന്തോഷിച്ചതുപോലെ, അവരെ ആഹ്ലാദിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഓരോ കാലഘട്ടങ്ങളിലും ഞാൻ ഏത് സാഹചര്യത്തിലായിരുന്നാലും എൻ്റെ ഉറ്റവർക്ക് സന്തോഷവും ആഹ്ലാദവും ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു ജീവിതശൈലി എനിക്ക് തരണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ജീവിതശൈലി കണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്കും മാതാപിതാക്കൾക്കും അസ്വസ്ഥതയുണ്ടാകുന്നുവെങ്കിൽ പ്രിയമുള്ള ആ മേഖലയിൽ തിരിച്ചു വരവ് ഈശോ ഈ സമയം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പഴയ അഭിഷേകത്തിലേക്ക് നമ്മൾ വെറുതെ വീണ നിമിഷം നീ കുടുംബാംഗങ്ങൾക്കുണ്ടായ ആഹ്ലാദം നീ അവർക്ക് തിരിച്ചു കൊടുക്കുമെന്നൊരു പ്രതിജ്ഞ നമുക്ക് ഈ സമയം എടുക്കാം. ഈ വലിയ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം. ഉണ്ണിയോടൊപ്പം എന്ന ഈ ഒരു ശുശ്രൂഷയെ പങ്കുചേരുമ്പോൾ ഈ ശുശ്രൂഷ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. അവരിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം ദൈവിക ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. തിരുവോസ്തുര്യനായ ഈശോയെ, ക്രിസ്മസിനൊരുക്കമായ 25 നോമ്പിൻ്റെ 7-ാം ദിവസമായി ഇന്ന് ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്നാപയോഹന്നാന്റെ ജനനവുമായി ബന്ധപ്പെട്ട് തിരുവചനം പറയുക, പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ടാകും, ആഹ്ലാദമുണ്ടാകും എന്നാണ്. ദൈവം ഞങ്ങൾ ഈ ലോകത്ത് ജനിച്ചപ്പോൾ എന്തൊരു ആഹ്ലാദവും സന്തോഷമായിരുന്നു. ഞങ്ങളെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു അവർക്ക്. ഞങ്ങളുടെ വളർച്ച അവരെന്തുമാത്രം സ്വപ്നം കണ്ടു. ഞങ്ങളൊരു അനുഗ്രഹമായി മാറാൻ വേണ്ടി അവരെ ആഹ്ലാദിച്ചു. എന്നാൽ ഈശോയെ, ഞങ്ങൾ പ്രായമായപ്പോൾ ഞങ്ങളുടെ ജനസമയത്ത് ഞങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ടായ ആ സന്തോഷം ഇന്ന് ഞങ്ങളെ ഓർത്ത് അവർക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ആ പഴയകാല സന്തോഷത്തിലേക്ക് അവർ മടങ്ങി വരത്തക്ക രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ കുറവുകളെ പരിഹരിക്കുക. കൂടി പിറന്ന ഉണ്ണീശോയെ, ഞങ്ങളുടെ ഉറ്റവർക്കും പ്രിയപ്പെട്ടവർക്കും മാതാപിതാക്കൾക്കും ഞങ്ങൾ വീണ്ടും ആഹ്ലാദം നൽകുന്നവരായി ഞങ്ങളുടെ ഒരു അനുഗ്രഹമായി ഉയർത്തണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു നിയോഗത്തിനു വേണ്ടി ഈ സമയം യേശുവിന്റെ നാമം വിളിച്ച് നമ്മൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക.
യേശുവേ 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 ആരാധന ആരാധന യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന യേശുവേ 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 ആരാധന ഈ സമയം തിരുവസ്തുരൂപനായ ഈശോ നമ്മെ ആശീർവദിക്കുന്ന സമയമാണ്. നമ്മുടെ നിയോഗങ്ങളെ കാഴ്ചവെച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ 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 ഹല്ലേലൂയ യേശുവേ ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന എന്നുമെന്നും അങ്ങേക്കാരാധന